പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 7 പ്രധാന ബില്ലുകളാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. വന്ദേമാതരത്തെ അധിക്ഷേപിക്കുന്നതിന് ശിക്ഷ ഉറപ്പാക്കുന്ന ദേശീയ ബഹുമതി സംരക്ഷണ ഭേദഗതി ബില്ല് അവതരിപ്പിക്കപ്പെടും. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആയി ഉയർത്തുവാനുള്ള ബില്ലും ഏകീകൃത ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള ബില്ലും പാർലമെന്റിലും ഇൻകം ടാക്സ് ഭേദഗതി ബില്ല്, MSME ഭേദഗതി ബില്ല് എന്നിവയും അവതരിപ്പിക്കപ്പെടും. നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് നന്ദൻ. എന്തായാലും ഇന്നത്തെ പാർലമെന്റ് സമ്മേളനം ഏറെ സുപ്രധാനമായ വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഓഗസ്റ്റ് 13 വരെ നീണ്ടു നിൽക്കുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ 7 സുപ്രധാന ബില്ലുകളായിരിക്കും കൈകാര്യം ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനം വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകുന്ന ബില്ലായിരിക്കും പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ഭേദഗതി, അതാണ് ഏറ്റവും പ്രധാനമായ ഒരു ബില്ലായി നമുക്ക് പരിഗണിക്കാൻ കഴിയുക. പാർലമെൻറ്റ് ഇരുസഭകളിലും ഈ ബില്ല് പരിഗണനയ്ക്ക് വരും. വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുന്നവർക്ക് നമുക്കറിയാം, സ്വാതന്ത്ര്യസമരകാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികളിൽ അവരുടെ ശിരകളിൽ അഗ്നി പടർത്തിയ വന്ദേ മാതരം എന്നുള്ള ദേശീയ ഗീതം, അതിനെ അധിക്ഷേപിക്കുന്നവർക്ക് 3 വർഷം തടവും പിഴയും നൽകുന്ന ഭേദഗതിയായിരിക്കും ഈ ബില്ലിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ FCRA ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലും ഒരുപക്ഷെ ഈ പാർലമെൻറ്റ് പരിഗണനയ്ക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സൂചനകൾ. അതായത് ഈ വിദേശ ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് NGOകൾ നടത്തുന്ന മതം മാറ്റമടക്കമുള്ളവയെ തടയുവാൻ വേണ്ടിയാണ് FCRA ഭേദഗതിയിൽ ചട്ടം വരുത്തിക്കൊണ്ട്, പുതിയ ഭേദഗതി വരുത്തിക്കൊണ്ട് ഉള്ള ബില്ല് പാർലമെൻറ്റ് സെക്ഷനിലേക്ക് വരിക. ഇതിനപ്പുറത്തേക്ക് ഇൻകം ടാക്സ് ഭേദഗതി വരുത്തുന്ന ഇൻകം ടാക്സ് ബില്ലും ഇന്നിപ്പോൾ പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് ഈ വർഷകാല സമ്മേളനത്തിൽ തന്നെ ഉണ്ടാകും. അതേപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്നും 37 ആക്കിക്കൊണ്ട് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുവാൻ വേണ്ടിയുള്ള ഭേദഗതിയും ഇതിലൂടെ വരുത്തുന്നുണ്ടാകും. 2019 ശേഷം ആദ്യമായിട്ടായിരിക്കും സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് ധാരാളമായി കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ഈ കേസുകളൊക്കെ യഥാസമയം പരിഗണിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് 33 ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണമാണ് 33 എന്നുള്ളത് 37 ആക്കാൻ എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റം വരുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ സമഗ്രമായ മാറ്റം വരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ UGC, AICTE എന്നിവയ്ക്ക് പകരം ഏകീകൃത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുവാനുള്ള വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, അതും സഭയുടെ പരിഗണനയ്ക്ക് ഈ സമ്മേളന കാലയളവിൽ വരുന്നു എന്നുള്ളതാണ്. FCRA ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിദേശ ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ മതപരിവർത്തനമടക്കം ക്രിസ്ത്യൻ മിഷണറികൾ വ്യാപിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് FCRAയിൽ ഭേദഗതി വരുത്തുവാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 7 സുപ്രധാന ബില്ലുകളായിരിക്കും ഈ സഭയുടെ. നന്ദൻ, 7 സുപ്രധാന ബില്ലുകളാണ് ഇന്ന് അവതരിപ്പിക്കുക. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിലടക്കം നമ്മൾ കണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ബോധപൂർവം പ്രക്ഷുബ്ധ രംഗങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ. കാരണം പ്രതിപക്ഷത്തിന് മറയ്ക്കാൻ പല കാര്യങ്ങളുമുണ്ട്. അതവർ പാർലമെൻറ്റിൽ ആകെ ബഹളമയമാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുക, അത് ആവർത്തിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? തീർച്ചയായിട്ടും. ഇന്നലെ തന്നെ സഭാ സമ്മേളനം ചേരുന്നതിന് മുന്നോടിയായി തന്നെ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങളെ പ്രത്യേകമായി വിളിച്ചിരുന്നു. ആ സഭാ സമ്മേളനത്തിൽ നിന്നും ഇന്നലെ പ്രതിപക്ഷ കക്ഷികൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് NCPI എന്നുള്ള ഒരു പ്രത്യേക വിഭാഗമായിട്ട് തൃണമൂലിൻ്റെ വിമത തൃണമൂൽ MP-മാരെ ഭാഗമായിട്ട് എന്നുള്ള ഒരാവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇന്നലെ അത്തരമൊരാവശ്യം സഭാ സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിനെ കൃത്യമായി പ്രതിപക്ഷ കക്ഷികൾ, യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് അവകാശപ്പെടുന്നവരടക്കം അതിനെ ശക്തമായി എതിർത്തു. ഒപ്പം തന്നെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ എതിർക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് മുന്നിൽ അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രശ്നങ്ങൾ അടക്കം നിലനിൽക്കുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ ഉറപ്പായിട്ടും ഭരണപക്ഷത്തെ സഭയ്ക്കുള്ളിൽ എതിർക്കുവാനുള്ള സാധ്യതയും, ഒപ്പം തന്നെ ഈ സഭാ നടപടികൾ സ്തംഭിപ്പിക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. സുരേഷ്. യെസ്, നന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ അവിടെ മഴ വന്നു എന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നന്ദൻ പറഞ്ഞ പോലെ തന്നെ 7 സുപ്രധാന ബില്ലുകൾ അവതരിപ്പിക്കുന്നു. ഒപ്പം പ്രക്ഷുബ്ധ രംഗങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് സ്വാഭാവികമായും പ്രതിപക്ഷം
നടത്തുക.